SSC CGL പരീക്ഷ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇനി വരുന്ന വളരെ ചെറിയ സമയം കൊണ്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്. കാരണം പല സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആയിരിക്കും ആ CGL ഒരുപക്ഷെ ക്ലിയർ ചെയ്യാൻ 2 വർഷമോ 3 വർഷമോ ഒക്കെ വേണം എന്നൊക്കെ പലരും നിങ്ങളോട് പറയുന്നുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ബിഗിനറെ സംബന്ധിച്ച് SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, എങ്ങനെ അയാൾ തുടങ്ങണം, ത്രൂ ഔട്ട് ദ ഇയർ അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് CGL 2024 പരീക്ഷ ടയർ 1 അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ SSC CGL പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. SSC CGL നിങ്ങൾക്ക് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ പോസ്റ്റുകളാണ് CGL എക്സാം വഴി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാംസ് ഉടനെ വരുന്നുണ്ട്. ഈ വർഷം ഡിസംബറിൽ തന്നെയാണ് ടയർ 2 പരീക്ഷയും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയൊരു ടൈം പീരീഡിൽ എങ്ങനെ ഒരു ബിഗിനർക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, പിന്നീട് എങ്ങനെ അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഒന്നാമത്തെ ചോദ്യം, ഒരു ബിഗിനറെ സംബന്ധിച്ച് ഈ വർഷത്തെ SSC CGL എക്സാം ടയർ 1 ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അതായത് 2 മാസം അല്ലെങ്കിൽ 3 മാസം മുമ്പിൽ നിൽക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിൻ്റെ ക്ലിയർ കട്ട് ഉത്തരം പലരും നിങ്ങളെ ചിലപ്പോൾ വളരെ 100% പറ്റില്ല എന്ന് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും അല്ല എന്ന് പറയും. ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും പറ്റുമെന്ന് പറയണ്ട. ഒരിക്കലും എല്ലാവർക്കും അതിന് ടയർ 1 ഈ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാം എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ഈ വർഷത്തെ ടയർ 1 ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇനിയുള്ള ടൈം പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത്. അപ്പോൾ 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് CGL ടയർ 1 ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്ന് ഉത്തരമുണ്ട്. കാരണം അത് എല്ലാവർക്കും പറ്റുമെന്നല്ല, ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും അത് പോസിബിൾ ആണ്. അതിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ മുമ്പിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കറിയാവുന്ന, കാരണം ലാസ്റ്റ് ഇയർ അല്ല, അതിന് മുമ്പത്തെ വർഷം വളരെ വലിയ നമ്പർ ഓഫ് വേക്കൻസീസ് വന്ന മാസങ്ങളിൽ വന്ന ആ ഒരു വർഷത്ത് എനിക്കറിയാവുന്ന 3 സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് അവർ പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത ആൾക്കാരായിരുന്നു. അവർ ചെറിയ സമയം കൊണ്ട് തന്നെ ടയർ 1 ക്ലിയർ ചെയ്തു. അതിൽ ഒരാൾ ടയർ 2 ക്ലിയർ ചെയ്തു, അടുത്ത വന്ന ടയർ 2 ക്ലിയർ ചെയ്തു. ഇതെങ്ങനെയുള്ളവർക്കാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എൻ്റെ മുമ്പിലുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരിക്കലും 2 മാസം കൊണ്ട് CGL ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് ത്രൂ മൈ എക്സ്പീരിയൻസ് വിച്ച് ഐ എം ഷെയറിംഗ് ദിസ് തിങ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളെ കൊണ്ട് ഈ വർഷത്തെ ഒരു CGL എക്സാമിൻ്റെ ടയർ 1 ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ബിഗിനറെ സംബന്ധിച്ചാണ് പറയുന്നത്. അതായത് പുതുതായിട്ട് SSC എക്സാംസിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം, ഐഡന്റിഫൈ വെയർ യുവർ സ്റ്റാൻഡ്. നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് പല ആൾക്കാരും പല നിലവാരത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ചിലർക്ക് ചില സബ്ജക്റ്റുകൾ വളരെ ഈസി ആയിരിക്കും. അവർക്ക് സ്ട്രോങ് ആയിട്ടൊരു ഫണ്ടമെന്റൽസ് ഉണ്ടാവും, ബേസുകൾ ഉണ്ടാവും. അവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫണ്ടമെന്റലും ഇല്ല, ബേസ് ഇല്ല, നിങ്ങൾ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്, നിങ്ങൾ ആദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും SSC പരീക്ഷകളുടെ 4 സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, GK. ഈ 4 സബ്ജക്റ്റുകളുമുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ വർഷത്തെ CGL നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാതെ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലർ ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിച്ച് ബേസിക് ഗ്രാമറൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് വന്ന ആൾക്കാരായിരിക്കും. അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള വൊക്കാബുലറി ഉണ്ടാവും. അവർക്ക് വേർഡുകൾ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു വന്നുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാവും. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് സബ്ജക്റ്റിനകത്ത് വരുമ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ വളരെ സ്ട്രോങ് ആയിരിക്കും. ചിലപ്പം ചിലർ പൊളിറ്റി വളരെ സ്ട്രോങ് ആയിരിക്കും. ചിലപ്പം മറ്റ് ചില കോച്ചിങ്ങുകൾക്ക്, ഇപ്പം PSC പോലുള്ള പരീക്ഷകൾക്ക് പോയി GK സബ്ജക്റ്റിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നോർമലി ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പമായിരിക്കും. മാത്സ്, റീസണിങ് പോലെയുള്ള, ലോജിക്ക് പോലെയുള്ള, മാത്സ് പോലെയുള്ള ടോപ്പിക്സ് കവർ ചെയ്യാനൊരു ഇൻബിൽറ്റ് ഇന്റലിജൻസും എബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതിനകത്തെ ഏതൊക്കെ എബിലിറ്റീസ് നിങ്ങൾക്കുണ്ട് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ വർഷത്തെ CGL നിങ്ങൾ ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്ന് പറയുന്നത്. ആ ഒരു എബിലിറ്റി മാത്രം പോരാ, ഇനി വരുന്ന 2 അല്ലെങ്കിൽ 3 മാസം നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്ത്, നിങ്ങൾ പ്രോപ്പർ വേയിലാണ്, പ്രോപ്പർ മെന്ററിങ്ങിലാണ്, പ്രോപ്പറായ പാത്തിലാണ്, അറിയുന്നവർ പറഞ്ഞു തരികയാണ്,
പ്രോപ്പർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വർഷത്തെ SSC CGL ടയർ 1 ക്ലിയർ ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡിങ് ഓൺ യുവർ എബിലിറ്റി, പിന്നീട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ടയർ 2 ഒരുപക്ഷെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് വെറുതെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ ഇത് പറ്റുമെന്ന് പറഞ്ഞൊരു ബിസിനസ് സംബന്ധമായ കാര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയല്ല. നിങ്ങൾ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ 2 മാസം കൊണ്ട് എക്സാം ക്ലിയർ ചെയ്താറുടെ ആൾക്കാരുടെ ലിസ്റ്റുകളും അതിന്റെ പ്രൂഫ് സംശയം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിച്ചാലും ദിശ അക്കാഡമിയുടെ നമ്പറിൽ വിളിച്ച് എൻ്റെ നമ്പർ അനിൽ സാറിൻ്റെ നമ്പർ ചോദിച്ച് വിളിച്ച് പേഴ്സണലി വിളിച്ചാൽ അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള സമയം കൊണ്ട് എക്സാം ക്ലിയർ ചെയ്ത 3 ആൾക്കാരുടെ, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തന്നെ ക്ലിയർ ചെയ്ത 3 ആൾക്കാരുടെയും ലാസ്റ്റ് ഇയർ തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇത് വളരെ റെയർ ആണെന്ന് പറയുമ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിൽ തന്നെ ഇത്രയും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ത്രൂ ഔട്ട് കേരള ഒരുപാട് എബിലിറ്റി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ ഇറ്റ് ഈസ് എ പോസിബിൾ തിങ്. 3 മാസം അല്ലെങ്കിൽ 2 മാസം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് എന്താണ്? ഐഡന്റിഫൈ വേർ യു സ്റ്റാൻഡ്. നിങ്ങളുടെ പൊസിഷൻ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു മോക്ക് എക്സാം SSC CGL ടയർ 1ന്റെ ഒരു മോക്ക് എക്സാം എഴുതുക, ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക. മോക്ക് ടെസ്റ്റ് എടുക്കാൻ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ദിശ ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ദിശ ഓൺലൈൻ, ദിശ അക്കാഡമിയുടെ ദിശ ഓൺലൈൻ പ്ലാറ്റ്ഫോം, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ട് www.dishaonline.co.in. ഒന്നിൽ വെബ്സൈറ്റ് വഴിയാണെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ദിശ ഓൺലൈൻ ആപ്പ് എടുക്കാം. ഇത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കുറേ ഫ്രീ ടെസ്റ്റുകളുണ്ട്. CGLന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടൈം അനുസരിച്ച് 1 മണിക്കൂർ കൊണ്ട് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എടുക്കുക. മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്ക് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇത് ഇവാലുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 120 120 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് മിനിമം ചിലപ്പോൾ ഇതിന് മുകളിലോട്ട് വരാം, ഒരു 100 എബോവ് ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷ വെച്ചുകൊള്ളുക. ഈ വർഷത്തെ CGL നിങ്ങൾക്ക് ടയർ 1ഉം അതുപോലെ തന്നെ ടയർ 2ഉം ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് വിശ്വസിച്ച് വർക്ക് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഒരു 100 റേഞ്ചിലെങ്കിലും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഒരു ബിഗിനർക്ക് 100 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന്? ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് ഇനിഷ്യലി തന്നെ ഒരു സ്കോർ ചെയ്യാൻ 100 മാർക്സ് പറ്റുമോ എന്ന് സംശയം ഉണ്ടാവും. കാരണം 4 സബ്ജക്ട്സ് അല്ലേ, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ഇതൊക്കെ വരുമ്പോഴും ഇതിനകത്ത് മാർക്ക് 100 ഔട്ട് ഓഫ് 200 100 മാർക്ക് മേടിക്കാൻ പറ്റുമെന്ന് സംശയം ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള പറ്റുന്ന ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവർക്ക് മാത്സിൽ നിന്ന് പർട്ടിക്കുലർ മാർക്ക് കിട്ടും, റീസണിങ് ലോജിക്കിൽ നിന്ന് കുറേ മാർക്കുകൾ കിട്ടും, ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ അതിലും മാർക്ക് കിട്ടും, ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ നിന്ന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ GK അവർക്ക് ചില സബ്ജക്റ്റുകളെങ്കിലും കറണ്ട് അഫയേഴ്സ് ഒക്കെ റിയൽ ആയിട്ട് പേപ്പർ വായിച്ച് റെഗുലർലി അപ്ഡേറ്റഡ് ആവുന്നതാണെങ്കിൽ അവർക്ക് കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക്കുമായിട്ടുള്ള ഇൻഫോർമേഷനിൽ നിന്ന് മാർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ 100 ഒരു ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ 100 അല്ലെങ്കിൽ 100 എബോവ് മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് പോസിബിൾ ആണ് എന്ന് തന്നെ കരുതുക, വർക്ക് ചെയ്യുക. ഈ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഈ വർഷത്തെ ടയർ 1 കിട്ടുമെന്ന് ഉറപ്പല്ല പറയുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾ ഇനിയും പ്രോപ്പർ വേയിൽ വർക്ക് ചെയ്യാൻ ഇനിയുള്ള ടൈംസ് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത ടൈം വെച്ചിട്ട് നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി വർക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ടയർ 1 ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ബിഗിനറെ സംബന്ധിച്ച്? അപ്പോൾ ഇനിഷ്യലി നിങ്ങളൊരു മോക്ക് എക്സാം എഴുതി നിങ്ങളുടെ മാർക്ക് നിങ്ങൾ നോക്കി, അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജീസ് നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ 100-120 മാർക്കുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ടയർ 1 ഈ വർഷത്തെ ആദ്യം ക്വാളിഫൈ ചെയ്യാം, ടയർ 2ലേക്ക് എങ്ങനെ വരാം എന്നൊരു ചിന്തയാണ് നിങ്ങൾ ഇടേണ്ടത്. നിങ്ങൾ ബേസിക്സിൽ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യല്ല ആക്ച്വലി ചെയ്യേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ്. മാത്സ് അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ബേസിക്സിലേക്ക് പിന്നീട് വീണ്ടും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ 100-120 സ്കോർ ചെയ്യേണ്ടി ബേസിക്സിലേക്ക് പിന്നീട് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ആയിരിക്കും പറയേണ്ടത്. നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഫൈനൽ പ്രിപ്പറേഷൻ എന്ന രീതിയിലേക്ക് തന്നെ ആയിരിക്കണം 100 എബോവ് ഉള്ളവർ പോകേണ്ടത്. ഇല്ല എന്നുള്ളവർ നിങ്ങൾക്കൊരു 100 ബിലോ 80 മാർക്കാണ്, ചിലപ്പോൾ 60 മാർക്കായിരിക്കും, ചിലപ്പം 40 മാർക്കായിരിക്കും, ഇങ്ങനെയൊക്കെ മാർക്ക് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ഫ്രം യുവർ ബേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ സബ്ജക്ട്സും ബേസിക്സ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ടുള്ളൊരു ശ്രമം നിങ്ങൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വർഷത്തെ ടയർ 1 ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുന്ന വർഷത്തെ അടുത്ത വർഷത്തെ ടയർ 1 എയിം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി 3 മാസം ഒന്ന് നോക്കിക്കളയാം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ആരും ചെയ്യരുതെന്നാണ് ഞാൻ സ്പെസിഫിക്കലി നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാരണവശാലും ഈ 2 മാസത്തെ കോഴ്സ് മാത്രമല്ല 2 മാസം ഒന്ന് ട്രൈ ചെയ്ത് കളയാം എന്ന് പറഞ്ഞു തരുന്നത്. ഇനിയും ഒരുപക്ഷെ ടയർ 1 ക്ലിയർ ചെയ്തില്ലെങ്കിൽ, ഈ വർഷത്തെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷത്തെ SSC CGL ക്ലിയർ ചെയ്യാം എന്ന
ഉത്തമ ബോധ്യത്തോടെ അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേഷനോടെ ഡിറ്റർമിനേഷനോട് കൂടി മാത്രം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, അതിനുശേഷം ഇനി നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് കിടക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ വെയിറ്റേജ്, ഇനിഷ്യൽ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുക. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പം പ്രിപ്പറേഷൻ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി എന്തൊക്കെ മെത്തേഡിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ വഴികളിലേക്ക് പോകേണ്ടത്? അതിന് ഒരു 3 സ്റ്റെപ്പുകൾ ഞാൻ പറയുന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, ടേക്ക് എ മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് 100 എബവ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ്. ബിലോ ഒരു 60 to 80 റേഞ്ച് ആണെങ്കിൽ എടുക്കേണ്ട സ്ട്രാറ്റജി വേറെയാണ്. 60 ബിലോ ആണെങ്കിലും നിങ്ങൾ മൂന്നാമത് മറ്റൊരു സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടത്. ഇനി ഒരു പക്ഷേ 130 എബവ് 130 മുകളിൽ 140 റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കുക, ദെൻ ഗെറ്റ് എ പ്ലാൻ ഫോർ യു. നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ തയ്യാറാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതിൽ എവിടെ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കാൻ. 100 എബവ് ആണോ, 60 to 80 ആണോ, ബിലോ 60 ആണോ, 140 എബവ് ആണോ എന്നുള്ള നിങ്ങളുടെ ഒരു മാർക്ക് ഇവാലുവേഷന് ശേഷം നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെ പ്ലാൻ തയ്യാറാക്കാം, എങ്ങനെ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്ലാൻ തയ്യാറാക്കാം? അപ്പോഴും സംശയം ഉണ്ടല്ലേ? ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ആ പ്ലാനിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ബേസിക് പ്ലാൻ, ഇത് ഒരു ബിഗിനറെ സംബന്ധിച്ചായാലും കുറച്ച് പഠിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാലും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. എങ്ങനെയാണ് പ്ലാൻ? ആദ്യം ഒരു ബേസിക് സബ്ജക്റ്റുകൾ ഇല്ലാത്ത ഒരു ബിഗിനർ ആണെങ്കിൽ ഇനിഷ്യലി നിങ്ങൾ ബേസിക് സിലബസ് കവർ ചെയ്യാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ സിലബസ് എന്താണ്? മാത്സിന്റെ ആയാലും റീസണിങ്ങിന്റെ ആയാലും GK-യുടെ ആയാലും അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ആയാലും ബേസിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ബേസിക്സ് കവർ ചെയ്യുന്നത് ഫസ്റ്റ് പ്രയോറിറ്റിയോടുകൂടി തന്നെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ മാർക്ക് വളരെ കുറവാണ്, 60 റേഞ്ച്, 80 റേഞ്ച് അല്ലെങ്കിൽ 60 റേഞ്ച് ഒക്കെ മാർക്കുള്ള ആൾക്കാരാണെങ്കിൽ ബേസിക്സ് ആദ്യം ക്ലിയർ ചെയ്യുന്നതിന് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി അവസാനത്തെ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നതിന്റെ കൂടെ അടുത്ത വർഷത്തേക്കും കൂടിയാണ് നിങ്ങൾ എയിം ചെയ്യുന്നത്. ബേസ് നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ പിന്നീട് നിങ്ങളുടെ പ്രാക്ടീസ് വഴി ഈ വർഷത്തെ CGL-ഓ അടുത്ത വർഷത്തെ CGL-ഓ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ബേസിക് സിലബസ് കവർ ചെയ്യുന്നതാണ്. ഇത് ഒരു നോർമൽ ബിഗിനറെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കാര്യമാണ്. ഒരു നോർമൽ സാധാരണ ബിഗിനറാണ്, മാർക്ക് വളരെ കുറവാണ്, 60, 50, 40 മാർക്കൊക്കെ കിട്ടുന്ന ഒരു ബിഗിനറാണ് എങ്കിൽ, അല്ലെങ്കിൽ അതിൽ കുറവ് വളരെ കുറച്ച് മാർക്ക് കിട്ടുന്ന ആളാണെങ്കിൽ അയാൾ ഇനിഷ്യലി ബേസിക് സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം നിങ്ങൾ അതിനു വേണ്ട സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഗൈഡും, ഈ 2 സാധനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് സിലബസ് കവർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസ് എന്താണ്, നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെൻറ്റർ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാംസ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ, ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരാവാം, ഏതെങ്കിലും കോച്ചിങ് സെന്ററുകളാവാം, സെന്ററുകളിലുള്ള ഫാക്കൽറ്റീസ് ആവാം, ഇവരെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡ് അല്ലെങ്കിൽ മെൻറ്റർ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് വേണം. കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ആണെങ്കിൽ കൃത്യമായ ടൈമിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരാം. ഈ സമയങ്ങളിലാണ് ഒരു കോച്ചിങ് സെന്ററുകൾ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഞാൻ പറയട്ടെ, ഒരു കോച്ചിങ് സെന്ററിനെ സംബന്ധിച്ച്, ഒരു കോച്ചിങ് സെന്ററിൽ നിങ്ങൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ, ഏത് കോച്ചിങ് സെന്റർ ആയിക്കോട്ടെ, അവിടെ ഓരോ സബ്ജക്റ്റിലും നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഓരോ ഫാക്കൽറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും എക്സ്പേർട്ട് അഡ്വൈസ് കിട്ടും. പ്രത്യേകിച്ചും ഒരു എക്സാം ക്ലിയർ ചെയ്ത ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ഒരു ടീച്ചറെ സംബന്ധിച്ച്, ഒരു പഠിപ്പിക്കുന്ന കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ടീച്ചറെ സംബന്ധിച്ച് അയാൾ പലതരത്തിലുള്ള സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയുള്ള പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഓരോരുത്തരുടെയും പോരായ്മകൾ മനസ്സിലാക്കി അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫൈനലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഗൈഡ്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാട് കാര്യമുണ്ട്. ബേസിക്സ് പഠിക്കാനാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യം തന്നെ ചിലപ്പം ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണ്. ബേസിക് സിലബസിൽ ഫണ്ടമെന്റൽസിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽസ് ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് നോക്കി തന്നെ പഠിക്കാം. അതായത് ഒരു 100 എബവ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടെക്സ്റ്റ് ബുക്കുകൾ, വർക്ക് ചെയ്യേണ്ട പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്യുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. 100 എബവ് സ്കോറുള്ള ഒരാളാണെങ്കിൽ ഡയറക്ട്ലി സ്റ്റഡി മെറ്റീരിയൽസും മെന്ററിലേക്കും വരാം. പക്ഷേ മാർക്ക് കുറവാണ്, 60, 80 റേഞ്ച് ഒക്കെയാണ് മാർക്കെങ്കിൽ നിങ്ങൾ ആദ്യം ബേസിക് സിലബസ് കവർ ചെയ്തതിന് ശേഷം
ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് വരിക. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 100, 120 ഒക്കെ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്സ്, അത് ഏത് ടെക്സ്റ്റ് ബുക്സ് ആണ്, ഏതൊക്കെയാണ് CGL പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ നിങ്ങൾക്ക് വേണ്ടി വെക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ആ വീഡിയോസ് കണ്ടിട്ട് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് വേണം എന്ന് നിങ്ങൾക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, ബേസിക് സിലബസ് കഴിഞ്ഞു, സ്റ്റഡി മെറ്റീരിയൽസ് പഠിച്ചു, അത് റിവൈസ് ചെയ്യുക. ഇമ്പോർട്ടൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഒരു വട്ടം പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. കാരണം നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. സോ നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം, നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ സംശയം നമുക്ക് തോന്നാം. GK ചോദ്യമാണെങ്കിലും മാത്സിന്റെ ചോദ്യമാണെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യാതെ കയറുകയാണെങ്കിൽ നമ്മളൊരു സംശയത്തിന്റെ പേരിലായിരിക്കും പ്രോബ്ലം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ടൈം അവിടെ നമ്മളെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരും, സമയം നമുക്ക് ലാഭിക്കാൻ സഹായിക്കില്ല. സോ റിവൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പാർട്ടാണ്. അപ്പൊ നിങ്ങളുടെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ സിലബസ് കവർ ചെയ്യുക, സ്റ്റഡി മെറ്റീരിയൽസ് നോക്കുക, മെന്റർ സപ്പോർട്ട് എടുക്കുക, അതിന്റെ കൂടെ റിവൈസ് ചെയ്യാനും ഒരു പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വെക്കണം. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതിനുശേഷം അതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് മോക്ക് ആൻഡ് സെക്ഷണൽ ടെസ്റ്റുകൾ. നിങ്ങൾ ഒരുവിധം സ്റ്റഡി മെറ്റീരിയൽസും ടോപ്പിക്സും കവർ ചെയ്തെങ്കിൽ റെഗുലർ ആയിട്ട് സെക്ഷണൽ മോക്കുകൾ എടുക്കുക. പ്രത്യേകിച്ചും 100 above മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ റെഗുലർ ആയിട്ട് സെക്ഷണൽ മോക്ക്, ടോപ്പിക് വൈസ് തന്നെ മോക്കുകൾ എടുക്കുക, ദിവസം എടുക്കുക, അത് ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം കൊണ്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. പാരലി തന്നെ ട്രൈ മോക്ക് എക്സാം, ഫുൾ ലെങ്ത് മോക്ക് എക്സാമുകൾ എഴുതുക. ഇനിഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ ആഴ്ചയിൽ 1 or 2 എഴുതുക. ലാസ്റ്റ് മന്ത് ഡെയിലി നിങ്ങൾ മോക്ക് എക്സാംസ് എഴുതാൻ ശ്രമിക്കുക. ലാസ്റ്റ് മന്ത് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ എഴുതുക. മോക്ക് ടെസ്റ്റുകൾ വെറുതെ എഴുതിയാൽ പോരാ. ഒരു കാരണവശാലും മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ വെറുതെ എഴുതി പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരരുത്. കാരണം എന്താണെന്ന് പറയാം. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അതിന്റെ ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കഴിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക. ഒരു പേപ്പറിൽ ഒരു ടേബിൾ ഉണ്ടാക്കി ആ ടേബിളിൽ നിങ്ങളുടെ മോക്കിന്റെ പ്രോഗ്രസ് നോട്ട് ചെയ്ത് തന്നെ പോവുക. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് എക്സാം 1 നിങ്ങൾ അറ്റൻഡ് ചെയ്തു, മോക്ക് എക്സാം 1 നെയിം 1, അതിൽ നിങ്ങളുടെ ടോട്ടൽ സ്കോർ നിങ്ങൾ മാർക്ക് ചെയ്തു. നിങ്ങളുടെ GKയുടെ സ്കോർ, മാത്സിന്റെ സ്കോർ, റീസണിങ്ങിന്റെ സ്കോർ, ഇംഗ്ലീഷിന്റെ സ്കോർ, ഇതിൽ ഏത് മാർക്കാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രസ് കാർഡ് പോലെ നിങ്ങൾ മോക്ക് എക്സാം ചെയ്തു പോകണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ GK മാർക്ക് നിങ്ങൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യും? ചില സബ്ജക്റ്റുകളായിരിക്കും ചിലർക്ക് സ്ഥിരമായിട്ടും പോകുന്നത്. അപ്പൊ ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മോക്ക് എക്സാംസ് ചെയ്യുന്നത്. ഇവാലുവേഷൻ ടേബിൾ ഉണ്ടാക്കി തന്നെ ചെയ്യാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. എക്സാംസ് എഴുതി ക്ലിയർ ചെയ്ത് വിന്നേഴ്സിന്റെ അവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ച് അവർ ഫോളോ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയ മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പലരും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ചിലർ വിചാരിക്കും ഞാനങ്ങ് പഠിച്ച് ടോപ്പിക്കുകൾ പഠിച്ച് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ അത് കൂടുതൽ പേർക്കും അങ്ങനെ പ്ലാൻ ഉണ്ടാക്കാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ തന്നെ ചെയ്തെടുത്ത ചില വഴികളാണ്. ഇനി സബ്ജക്റ്റുകളെ പറ്റി നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഓവറോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇനി ഇതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അല്ലെ? 4 സബ്ജക്ട്സ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പൊ നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് ഏരിയ ഏതാണെന്ന് നിങ്ങൾ നോക്കുക. സ്ട്രോങ്ങസ്റ്റ് ഏരിയ നോക്കണം. അതിനുശേഷം വെയിറ്റേജ് കൊടുത്ത് തന്നെ സബ്ജക്റ്റുകൾ പഠിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ എബിലിറ്റി നന്നായിട്ടുള്ള ഒരാളാണ്, മാത്സ് ഒക്കെ പ്രോബ്ലം ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്, അത്യാവശ്യം ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ഈ QA വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഈ റീസണിങ് ഒരുപാട് പേർക്ക് ചലഞ്ച് ഉണ്ടാവില്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ സമയം കളയാൻ ഒരുപാട് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ചില ടോപ്പിക്കുകൾ സീരീസ് ആയിരിക്കാം, ചിലപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്നൊക്കെ നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. വളരെ ബുദ്ധിമുട്ടില്ല, പക്ഷേ റെഗുലർലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ചില സ്പെസിഫിക് ടോപ്പിക്കുകളെങ്കിലും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കെങ്കിലും റെഗുലർലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി GK വളരെ വാസ്റ്റ് ആണ്, ഒരുപാട് ചോദ്യങ്ങൾ. നമുക്ക് അതിന്റെ സിലബസ് തീർക്കുക എന്ന് പറയുന്നത് ഇനിയുള്ള 2 മാസം 2.5 മാസം ഒരു കാരണവശാലും സംഭവിക്കാൻ പറ്റുന്നതല്ല. സോ സ്പെഷ്യലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുക. ലാസ്റ്റ് 2-3 ഇയേഴ്സ് അറ്റ്ലീസ്റ്റ് 2 മുതൽ 3 വർഷം മുമ്പ് വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കാൻ ശ്രമിക്കുക. എങ്കിലും എന്നാ പറഞ്ഞത്, എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് പോവാം അത്രയും നല്ലത്. അപ്പൊ GK മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ലാസ്റ്റ് വർഷം നടന്ന SSC CGLന്റെ അനാലിസിസ്, അത് നമ്മൾ പ്രത്യേകം എല്ലാ വർഷവും നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാറുണ്ട്. അതിനകത്ത് സ്റ്റാറ്റിക് GK അതുപോലെ തന്നെ
കറണ്ട് അഫയേഴ്സ്. ഇതിന് രണ്ടിനുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സ്റ്റാറ്റിക് ജി കെ CGL മാത്രമല്ല എല്ലാ എക്സാമിനും കഴിഞ്ഞ ലാസ്റ്റ് നടന്ന 6 എക്സാംസ് എവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ജി കെ ടോപ്പിക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാറ്റിക് ജി കെയും കറണ്ട് അഫെയറുമാണ് ടോപ്പ് വെയിറ്റേജ് ഉള്ള ജി കെ പോർഷൻ. അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബുലറി റെഗുലർലി എല്ലാ ദിവസവും വൊക്കാബുലറി അപ്ഡേറ്റ് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവസാന നിമിഷം ഒരു വാക്ക് കണ്ടെന്ന് വെച്ച് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. റിവൈസ് ചെയ്യാതെ വൊക്കാബ്സ് നമ്മുടെ മനസ്സിൽ ഓർക്കാൻ പറ്റുന്നില്ല. ഇനി ഗ്രാമർ ഇനിഷ്യലി ഉള്ള സമയം തന്നെ, ഗ്രാമർ ഇനിഷ്യലി ഉള്ള ഫസ്റ്റ് മന്തിൽ തന്നെ നിങ്ങൾ ഗ്രാമർ സ്ട്രോങ് അല്ലാത്തവരാണെങ്കിൽ ഗ്രാമർ റൂൾസ് വെച്ചിട്ട് തന്നെ ഗ്രാമർ പഠിക്കുക. അതിനുശേഷം മാക്സിമം എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസും ഫില്ലേഴ്സും ഒക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചോളുക. ഇംഗ്ലീഷിനെ സംബന്ധിച്ചും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഓരോ സബ്ജക്റ്റുകൾ ജസ്റ്റ് നോക്കിയാലോ. അതിനു മുമ്പ് ദിശ അക്കാഡമിയുടെ SSC CGL കോഴ്സിനെ പറ്റി പറയട്ടെ. ഞാൻ ഇത് പെയ്ഡ് കോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. കുറെ പേര് ചോദിച്ചു, പലർക്കും സംശയമുണ്ടായി SSC CGL കോഴ്സ് ദിശ അക്കാഡമി എങ്ങനെയാണ് തന്നിരിക്കുന്നത്. ദിശ അക്കാഡമിയുടെ കോഴ്സുകൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു ബിഗിനർ ആയിക്കോട്ടെ, ഒരു ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു പ്രോ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, 3 ലെവലിലുമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ലെവലിലുമുള്ള കോഴ്സസ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. CGL ഒരു കോഴ്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 3 കോഴ്സുകൾ കിട്ടും. ഒന്ന് SSC ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഫ്രം ബേസ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഫൗണ്ടേഷൻ കോഴ്സാണ്. ഇതിനകത്ത് എല്ലാ സബ്ജക്റ്റുകളുടെയും ബേസിക്സ് പഠിപ്പിച്ചുകൊണ്ട് റേഷ്യോ മുതൽ, റേഷ്യോയുടെ ഫണ്ടമെന്റൽസ് മുതൽ, നിങ്ങൾക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, അലിഗേഷൻ തുടങ്ങിയ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് SSC ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരുന്നത്. അതിന്റെ കൂടെ രണ്ടാമത്തെ കോഴ്സ്, നിങ്ങൾ ഈ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SSC CGL കോഴ്സിലേക്ക് വരാം. ഇത് ഇന്റർമീഡിയറ്റ്സിന് വേണ്ടി അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത CGL കോഴ്സാണ്. അപ്പൊ ഈ ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ തേർഡ് കോഴ്സ്, നമ്മുടെ മൂന്നാമത്തെ കോഴ്സ് പ്രോ ലെവൽ കോഴ്സാണ്. അച്ചീവേഴ്സ് ബാച്ച് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രോ ലെവൽ കോഴ്സാണ്. പ്രോ ലെവൽ നിങ്ങൾ ഒരുവിധം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനൽ റൗണ്ടിൽ നിങ്ങൾക്ക് ടയർ 1ഉം ടയർ 2ഉം ക്ലിയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അച്ചീവേഴ്സ് ബാച്ച് പ്രോ ലെവൽ കോഴ്സ് തന്നെയാണ്. ഒരു സംശയം വേണ്ട, ഒരു ബേസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും അച്ചീവേഴ്സ് ബാച്ച് ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്ക് ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ ടയർ 1ഉം ടയർ 2ഉം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 ബാച്ചസും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കംപ്ലീറ്റ്ലി ഈ വർഷം നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നിങ്ങൾ ഡെമോ ക്ലാസ്സസ് ഒക്കെ കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ദിശ ഓൺലൈൻ്റെ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഓരോ സബ്ജക്റ്റുകളെ പറ്റി പറയട്ടെ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും? ഇനിയുള്ള സമയത്ത് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷണൽ മോക്കുകൾ ഒരുവിധം 100 to 120 അല്ലെങ്കിൽ 100 എബവ് മാർക്ക് സ്കോർ ചെയ്യുന്നവർ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം സെക്ഷണൽ മോക്കുകൾ ചെയ്യുക. ഇനി അല്ല ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ഇതിന്റെ ഫണ്ടമെന്റൽസ് സെറ്റ് ചെയ്യുക. ഫണ്ടമെന്റൽസ് ബേസിക്സ്, അതായത് 100-ൽ താഴെയാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഫണ്ടമെന്റൽസ്, നിങ്ങളുടെ ബേസുകൾ ക്ലിയർ ചെയ്യുക. ഇതിനുള്ള വഴി എന്താ? ഇതിനുള്ള ഒരു വഴി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. ദിശ അക്കാഡമിയുടെ ഫൗണ്ടേഷൻ കോഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആയിരിക്കും. 100% ഷുവർ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ക്ലിയർ ആണ്, ഒരു സംശയമില്ല. ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യുക. ഇതിന് ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് ഏറ്റവും നല്ല വഴി ഒരു ഓൺലൈൻ കോഴ്സ്. ഇനിയും ഒരിക്കലും കൂടെ പറയാം, ഇതല്ല ദിശ അക്കാഡമിയുടെ കോഴ്സ് വേണമെന്ന് തന്നെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അതിലും ബെറ്റർ ഒരു ക്ലാസ് കേരളത്തിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഫോളോ ചെയ്തോളാം. ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഫോളോ ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ ഫണ്ടമെന്റൽ ബാച്ച്, ഈ ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കത് വെറുതെ ആവില്ല. CGL പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരന്റിന് ഒരു കാരണവശാലും വെറുതെ ആവില്ല. അപ്പൊ ഈ ഒരു കോഴ്സിൽ നിന്ന് നിങ്ങൾ ബേസിക്സ് ഉണ്ടാക്കുക ഇനിഷ്യൽ ടൈമിൽ. അതിനുശേഷം ബേസിക്സ് ഇല്ലാത്തവർ ബേസിക്സ് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് സ്റ്റേജ് സെക്ഷണൽ മോക്കുകൾ, ടോപ്പിക് വൈസ് സെക്ഷണൽ മോക്കുകൾ ചെയ്യുക. അറിയാത്ത ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അങ്ങനെ സെക്ഷണൽ വൈസ് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുക. ഇതാണ് QAക്ക് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു വഴി. എല്ലാ ദിവസവും QA ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു മിനിമം ടൈം മാറ്റി വെക്കണം, മസ്റ്റായിട്ട് മാറ്റി വെക്കണം. എല്ലാ ദിവസവും മിനിമം ഒരു ടോപ്പിക് എങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ദിവസം പോകാൻ. അവസാന സ്റ്റേജിൽ മിക്സഡ് മോക്കുകൾ നമുക്ക് ചെയ്യാം. അവസാന സ്റ്റേജിൽ മിക്സഡ് മോക്കുകൾ മാത്സിൽ നിന്ന് തന്നെ അവസാനത്തെ ഒരു മാസം ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക ഒരു ബിഗിനർ ആണെങ്കിൽ. അപ്പൊ QA നിങ്ങൾ അങ്ങനെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്തത് ഇംഗ്ലീഷ്.
ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഇപ്പോഴത്തെ CGL എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് 2 കാര്യങ്ങൾ നമ്മൾ അറിയണം. ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്, വൊക്കാബ് ബേസ്ഡും വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനിഷ്യൽ ഫസ്റ്റ് മന്തിൽ ഗ്രാമർ ക്ലിയർ ആക്കുക, നിങ്ങളുടെ ഗ്രാമർ റൂൾസ് ഒക്കെ ക്ലിയർ ആക്കി പോവുക. 2ാം മാസം മുതൽ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എറർ സ്പോട്ടിങ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഫില്ലേഴ്സ്, ഇതെല്ലാം 2ാം മാസം മുതൽ അടുത്ത മാസം മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി വൊക്കാബുലറി സെക്ഷൻ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? ഇതിന് വലിയ മാജിക്കുകളൊന്നുമില്ല, പക്ഷേ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്യണം. ലാസ്റ്റ് മന്തിലേക്ക് മാറ്റി വെക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞ് അവസാനം GK വൊക്കാബുലറി പഠിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഒരു ദിവസം മിനിമം 20 വേർഡ്, 25 വേർഡ് അല്ലെങ്കിൽ 50 വേർഡ്, 50 വേർഡ്സ് വൊക്കാബുലറി വെച്ച് ഒരു ദിവസം നിങ്ങൾ പഠിച്ചു പോവുക. ഡെയിലി വൊക്കാബ്സ് അത് പഠിക്കാൻ വളരെയധികം സോഴ്സ് ഉണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയുന്ന ബുക്ക് നോക്കുക. മാക്സിമം പറ്റുന്ന ആൾക്കാർ ബ്ലാക്ക് ബുക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ബ്ലാക്ക് ബുക്ക് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ വൊക്കാബ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബുക്ക് ഫോളോ ചെയ്ത് അതിലുള്ള വൊക്കാബുലറീസ് തന്നെ പഠിക്കാൻ നോക്കുക. ഒരു ദിവസം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് ഒരു 5 ദിവസം കൂടുമ്പോൾ നിങ്ങളത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് തന്നെ പോകും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ 5 ദിവസം നിങ്ങൾ ഒരു 50 × 5 250 വേർഡ്സ് പഠിച്ചു. 250 വേർഡ്സ് റിവൈസ് ചെയ്യണം. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ 250 വേർഡ് പഠിച്ചെങ്കിൽ ശനിയാഴ്ച അത് റിവൈസ് ചെയ്യാനും വീണ്ടും നോട്ട് ചെയ്യാനുമായിട്ടുള്ള ഒരു ദിവസമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൊക്കാബുലറി പഠിക്കുന്നവർ ഒരു കാരണവശാലും റിവൈസ് ചെയ്യാതെ പോകരുത്, മസ്റ്റ് ആയിട്ടും. ഇങ്ങനെ ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു ലോങ് ടേമിലെ നമുക്ക് വൊക്കാബുലറി കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ 2.5 മാസം 3 മാസം ആകുമ്പം മിനിമം നമ്മൾ കാണേണ്ട അത്യാവശ്യം വാക്കുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച് ഇതിന്റെ നമ്പേഴ്സിനെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുക. വൊക്കാബുലറിയുടെ എത്ര എണ്ണം പഠിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ കാര്യം പറയുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലീഷിന്റെ കാര്യം ഇങ്ങനെ ആയിക്കട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഏതാണ് റീസണിങ് വളരെ കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. പക്ഷേ പ്രശ്നമുണ്ടാക്കുന്ന നിങ്ങൾക്ക് സമയം കളയുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി അത് തന്നെ പഠിക്കുക. ഒരു പക്ഷേ സീരീസ് ആവാം, ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കോഡിങ് ആവാം, ചിലപ്പം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആവാം, ചിലർക്ക് സില്ലോജിസം ആവാം. ഇങ്ങനെ ചിലർക്ക് ഫിഗർ ബേസ്ഡ് ആയിരിക്കും സമയം കളയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമയം കളയുന്നത് ഇതൊരു വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വരാം. ബേസിക് ടോപ്പിക്കുകളും കൺസെപ്റ്റുകളും സിമ്പിളാണ്, പക്ഷെ നല്ല ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളെ അത് ബാധിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ടഫ് എന്ന് മനസ്സിലാക്കുന്ന, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾ ടഫ് എന്ന് മനസ്സിലാക്കുന്ന ടോപ്പിക്കുകളിലൂടെ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വെറൈറ്റി ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് നോട്ട്ബുക്കിൽ ചെയ്യാൻ ശ്രമിക്കുക. സെക്ഷണൽ മോക്കുകൾ തന്നെ. ഇനിഷ്യൽ ടോപ്പിക്കുകളുടെ ബേസിക്സ് പഠിക്കാൻ ഞാൻ വീണ്ടും പറയുന്നു, ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് റീസണിങ്ങിന്റെയും കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ടോപ്പിക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബേസിക്സ് ഉണ്ടാക്കാൻ നല്ലതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് സെക്ഷണൽ മോക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ റീസണിങ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുന്ന ടോപ്പിക്കൊന്നും അല്ല. എന്നിരുന്നാലും നിങ്ങളുടെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം റീസണിങ് തീരുമാനിക്കാം. ഇനി GK എങ്ങനെ സ്കോർ ചെയ്യും? GK ഒരു കാരണവശാലും ഇനിയുള്ള ചെറിയ സമയത്ത് കംപ്ലീറ്റ് സിലബസ് നോക്കി പോകരുത്. സിലബസ് കവർ ചെയ്യാനുള്ളൊരു പ്ലാനിൽ നിങ്ങൾ ആരും പോകരുത്. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്പം നമുക്കറിയാം, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, സയൻസ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു GK പഠിക്കുമ്പോൾ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും ഡെയിലി അപ്ഡേറ്റ് ചെയ്തു പോവുക. ഇത് വൊക്കാബുലറിയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് അവസാനത്തെ സമയങ്ങളിൽ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കില്ല, ഒരു കാരണവശാലും ഇരിക്കില്ല. ചിലർ പറയുന്നുണ്ട് ആദ്യം മാത്സും റീസണിങ് നമുക്ക് സെറ്റ് ആക്കാം, അതിനുശേഷം GKയിലോട്ട് പോവാം. ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്. അത് ചിലർക്കെങ്കിലും മെമ്മറിയെ ബാധിക്കും. കാരണം അവസാനം വായിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ വായിച്ചു പോയി, ഇതാണോ അതാണോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഇപ്പോഴേ പാരലി സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും മിനിമം ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചു പോയാലുള്ള ഗുണം, അവസാനം നിങ്ങൾ റിവൈസ് ചെയ്താൽ നിങ്ങളുടെ മെമ്മറിയിൽ കൃത്യമായിട്ട് ആ ചോദ്യം നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാന നിമിഷം സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയറും വായിക്കാൻ പോയാൽ കൺഫ്യൂഷൻ മാത്രമേ ഫൈനലി ഉണ്ടാവുള്ളൂ. സോ സ്റ്റാറ്റിക് GKയും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വായിക്കുന്നതിന്റെ കൂടെ തന്നെ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി മിനിമം ക്വസ്റ്റ്യൻസ് കടന്നു പോവുക, നോട്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ റിവൈസ് ചെയ്യുക. സ്പെസിഫിക്കലി ഞാൻ എടുത്ത് പറയുന്നു, റിവൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു കാര്യം GK സബ്ജക്റ്റിൽ ശ്രദ്ധിക്കണം.
ഇത്രയും കാര്യങ്ങളാണ്. അപ്പം 4 സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്ങനെ ഒരു ബിഗിനർ ഫ്രം ദ ബേസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു തന്നത്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ബേസ് ഇല്ലാത്ത ആൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? ബേസ് ഉണ്ടാക്കുക, ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യുക. അതിനുള്ള ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ദിശ ഓൺലൈൻ ആപ്പ്. ഈ ആപ്പിൽ കംപ്ലീറ്റ് കോഴ്സുകളുണ്ട്. 3 ലെവൽ 1, ലെവൽ 2, ലെവൽ 3. നിങ്ങൾ ബിഗിനർ മുതൽ ഇന്റർമീഡിയറ്റ് മുതൽ പ്രോ ലെവൽ വരെയുള്ള 3 കോഴ്സുകളുണ്ട്. ഇത് നിങ്ങളെ പ്രോപ്പർലി ഗൈഡ് ചെയ്യും. ഇതല്ല മറ്റൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോം നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഒരു ഗൈഡ് ആയിരിക്കും, നിങ്ങളുടെ ഒരു മെന്റർ ആയിരിക്കും, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനുള്ള ഒരു സോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിശ ഓൺലൈനിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെസിഫിക്കലി ഒരു മെന്റർ ഉണ്ട്. അയാൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് എടുത്തിട്ട് ബേസ് കവർ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജിൽ സെക്ഷണൽ മോക്കുകൾ എടുത്ത് മാക്സിമം സെക്ഷണൽ മോക്കുകൾ എടുത്ത് ടോപ്പിക് എല്ലാം റിവൈസ് ചെയ്യുക. ഫൈനൽ സ്റ്റേജിൽ മോക്ക് എക്സാംസ് ആൻഡ് ഇവാലുവേഷൻ. മോക്ക് എക്സാംസ് ആദ്യം മുതൽ തന്നെ ചെയ്യണം, പക്ഷേ അവസാനത്തെ സ്റ്റേജിലാണ് മോക്ക് എക്സാംസും ഇവാലുവേഷനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ കോഴ്സോ ഓഫ്ലൈൻ കോഴ്സുകളോ ഒക്കെ ദിശ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8075753676. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.